ക്യാമ്പസ് ടു കോർപ്പറേറ്റ് ഒരു വലിയ ഡിസ്കണക്റ്റ് ഉണ്ട്. സോഷ്യൽ എഡ്യൂക്കേഷണൽ വേൾഡും ബിസിനസ് വേൾഡും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതിന് ഡോക്ടർ ഇപ്പോൾ ഒരുപാട് ആൻസേഴ്സ് ഓൾറെഡി തന്നു. അപ്പോൾ കുട്ടികളുടെ ആ ഒരു സ്കിൽ ഡെവലപ്മെന്റും ഇൻഡസ്ട്രി കണക്റ്റും നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലെ, നമ്മളാണ് പോയിട്ട്. തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഇത് വൈറ്റ് കോളർ ജോബ് തന്നെയാണ്, പണ്ടത്തെ മാതിരി അല്ലല്ലോ. ഇത് വൈറ്റ് കോളർ ജോബ് തന്നെയാണ്. ബിസിനസ് എന്ന് പറയുന്നത് വളരെ പാഷനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത് തന്നെയാണ്. ഒരു സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റോ ഒരു ആർക്കിടെക്റ്റോ ഒരു ഡോക്ടറോ എന്ന് ഞാൻ പറയട്ടെ, ഒരു സ്ക്രൂ വിൽക്കുന്നവൻ അവൻ ഡോക്ടറാണ്. എന്തുകൊണ്ടാ? ആ സ്ക്രൂവിനെ പറ്റി അവനക്കേ അറിയുള്ളൂ. എനിക്കറിയാം സ്ക്രൂ എന്താണെന്നല്ലേ, എത്ര ഇഞ്ചാണ്, എങ്ങനെയാണ് യൂസ്, നമുക്കറിയില്ല. അപ്പോൾ അവനൊരു ഡോക്ടറാണ്, അവനൊരു വക്കീലാണ്, അവനൊരു ആർക്കിടെക്റ്റാണ്. കാരണം ആ സ്ക്രൂ അവനക്കേ അറിയുള്ളൂ. നമ്മുടെ ഡെന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ പല്ലിനെ പറ്റി ചോദിച്ചാൽ എനിക്കേ അറിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഞാനൊരു പ്രൊഫഷണലാണ്. എന്നെ കാഴ്ചപ്പാടിൽ ആ ബിസിനസ്സുകാർ സ്ക്രൂ വെക്കുന്ന അവനൊരു പ്രൊഫഷണലാണ്, അവനൊരു ഡോക്ടറാണ്, അവനൊരു അഡ്വക്കേറ്റാണ്, അവനൊരു ആർക്കിടെക്റ്റാണ്, അവൻ കമ്പനി സെക്രട്ടറിയാണ്, അവൻ ഓഡിറ്ററും കൂടിയാണ്. എത്ര സ്ക്രൂ എത്ര ഇടണമെന്ന് അറിയണ്ടേ? അപ്പോൾ അവനൊരു പ്രൊഫഷണൽ തന്നെയാണ്. നമ്മൾ ആ രീതിയിൽ അവരെ കാണുന്നില്ല. ജനങ്ങൾ, സൊസൈറ്റി ആ രീതിയിൽ കണ്ടു നോക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് ബിസിനസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തോ ആർക്കോ വേണ്ടി ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണെന്നും ഇതിൽ നിന്ന് നമ്മളെ പാഷൻ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതും ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും ഇതിലേക്കും വരും.